നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് നമ്മുടെ ഓഗസ്റ്റ് മാസം ആയി. ഓക്കെ, നമുക്ക് നമ്മൾ ഈ ഒരു മാസത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി ഒന്ന് നോക്കാം. ഓക്കെ, ഓഗസ്റ്റ് മന്ത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഓഗസ്റ്റ് മന്തിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ബന്ധത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റാം. സോ നമുക്ക് ഓഗസ്റ്റ്, അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 1 to 15 എടുക്കാം. 1st to 15th വരെ ഓഗസ്റ്റ് മന്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും, നിങ്ങളുടെ ലവ് ലൈഫ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ്, ക്രഷ് ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, മാരീഡ് ആയാലും ശരി, നമുക്ക് എല്ലാ കാര്യവും നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓഗസ്റ്റ് 1st to 15th എടുക്കാം കേട്ടോ. ഓക്കെ, ഓഗസ്റ്റ് 1st to 15th നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തായിരിക്കും. നൈറ്റ് ഓഫ് കപ്സ് എനർജി, പേജ് ഓഫ് പെന്റിക്കിൾസ്, നൈറ്റ് ഓഫ് wands, 8 of Pentacles, Page of Cups. Okay, okay. സണ്ണാണ് ഇവിടെ. ഇവിടെ നിങ്ങൾ തമ്മിലൊരു എൻഡിങ് നടന്ന് കാണാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക്. ഓക്കെ, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് നിങ്ങൾ തമ്മിലൊരു എൻഡിങ് ആയിരിക്കാം ഇപ്പോൾ സിറ്റുവേഷൻ. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് നിങ്ങൾ തമ്മിലൊരു ചെറിയ സെപ്പറേഷൻ എനർജി വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ വേദന എന്തെങ്കിലും സ്ട്രെസ്സോ വേദനയോ ആയിട്ട് നിങ്ങളൊന്ന് അകന്ന് നിൽക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇവിടെ ഓക്കെ, നിങ്ങൾക്ക് ഈ ഓഗസ്റ്റ് മന്തിൽ ആക്ച്വലി കുറച്ച് മാറ്റങ്ങൾ, നിങ്ങൾ 1 to 15th നിങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ വരാൻ തുടങ്ങും. ഓക്കെ, പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സപ്പോസ് സെപ്പറേഷൻ ആണെങ്കിൽ അവർ തിരിച്ചു വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അവരുടെ ഭാഗത്ത് നിന്ന് ഒരു അപ്രോച്ച് ഉണ്ടാവും. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഓൾറെഡി ഉള്ള ബന്ധങ്ങൾ, അതിൽ തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാം. ഓക്കെ, പേഴ്സൺ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ട് ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ട് നിങ്ങൾക്ക് കാണും. ഓക്കെ, ഇവിടെ ഒരു പോസിറ്റീവ് എഫേർട്ട്, അവർ പോസിറ്റീവായിട്ടൊരു ഫീലിംഗ് ആണ് റിലേഷൻഷിപ്പിൽ ഓവറോൾ വരുന്നത്. അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അതിനെ സോൾവ് ചെയ്ത് മേ ബി അവരെന്ത് ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു മാപ്പ് പറയാനുള്ള സാധ്യതയുണ്ട്, സോറി പറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ, റൊമാൻറ്റിക്കലി സംസാരങ്ങൾ, അവരുടെ ഫീലിങ്സ് ഒന്ന് എക്സ്പ്രസ് ചെയ്യൽ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒന്നിങ്ങനെ ഒരു വളരെ ലൈക്ക് എടുത്ത് ഇതായിട്ട് അങ്ങനെ നേരെ മുമ്പിലേക്ക് പോകുന്നു എന്നല്ല, ബട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങൾക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കാണും. എനിക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു മാപ്പ് പറഞ്ഞ് വരാനുള്ള ഒരു എനർജി എനിക്ക് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അവരെ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് വരാം. എനിക്ക് മെസ്സേജ് വരാം, ജസ്റ്റ് ചിലപ്പോൾ ചെക്കിങ് ആയിരിക്കും, എന്നിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുമോ എന്നൊരു ചെക്കിങ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അവരെ തിരിച്ച് സ്വീകരിക്കുമോ എന്നൊരു ചെക്കിങ്ങിന് വേണ്ടി ചിലപ്പോൾ വരാം. ബ്ലോക്കൊക്കെ ആണെങ്കിൽ എടുത്ത് മാറ്റാനുള്ള സാധ്യതയുണ്ട്. എൻഡിങ് ആണെങ്കിലും തിരിച്ച് വരുന്ന ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി റൊമാൻറ്റിക് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, കുറച്ചുകൂടി റൊമാൻറ്റിക്കലി റിലേഷൻഷിപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജി വരുന്നുണ്ട്. 8 of Pentacles, യെസ്, അവരിതിൽ എഫേർട്ട് ഇടാൻ തയ്യാറായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ആക്ച്വലി നല്ല സമയങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന രീതിക്കൊക്കെയാണ് എനിക്ക് കാണുന്നത് മെയിനായിട്ട്. എൻ്റെ മാത്രമല്ല, ഇവിടെ നിങ്ങളുടെ ബന്ധത്തിനെ അവർ നട്ട് വളർത്താൻ ഉള്ള തയ്യാറെടുപ്പുമായിട്ടാണ് വരുന്നത്. ഓക്കെ, അവർ കുറച്ചുകൂടി ലൈക്ക് എഫേർട്ട് അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇടയിൽ അവരുടെ ഭാഗത്തുനിന്ന് എഫേർട്ടൊക്കെ കുറവായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു ചേഞ്ച് ഇവിടെ ഫീൽ ചെയ്യും. കുറച്ചുകൂടി ഒരു ഓപ്പൺ എക്സ്പ്രസിങ് രീതിയിൽ കാണുന്നുണ്ട്. സംസാരങ്ങൾ കുറച്ചുകൂടി വരുന്ന രീതിക്ക്, അല്ലെങ്കിൽ ഒരു എഫേർട്ട് ഇടുന്ന രീതി കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ വളർത്താനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവും. പേജ് ഓഫ് കപ്സ് ആണ്, അവർക്ക് റൊമാൻറ്റിക് ഫീലിങ്സ് ആയിട്ട് കാണുന്നുണ്ട്. ഒരു കാര്യം മാത്രം എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും അതിനെ അവരൊരു കമ്മിറ്റഡ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന പോലെയല്ല. പക്ഷേ നമ്മൾ പറയില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു അല്പം അവരുടെ ഭാഗത്തുനിന്നൊരു സോഫ്റ്റ്നെസ് വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. സ്റ്റക്കായിരുന്നു എന്ന് കാണുന്നുണ്ട്, ആൻഡ് എൻഡിങ് കാണുന്നുണ്ട്. അതിനുശേഷം ഒരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്ന പോലെയാണ്. നിങ്ങളുമായിട്ടൊരു റീസ്റ്റാർട്ട് ആഗ്രഹിക്കുന്നു, നിങ്ങളുമായിട്ടൊരു വീണ്ടും ഒരു ഹാപ്പി ഫീലിങ്സ്, ഹാപ്പി ടൈംസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ. ഓക്കെ, പേജ് ഓഫ് കപ്സ് എനർജിയും എല്ലാം ആക്ച്വലി ഒരു ചെറിയൊരു ഇമ്മെച്യൂരിറ്റി ഉണ്ട്. ഓക്കെ, ഞാൻ അത് മാത്രം പറയാം. ഒരല്പം സിൻസിയർ എന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്ന് വരില്ല. നിങ്ങൾക്ക് തോന്നുന്നത് ഇത് വീണ്ടും ഒരു ഫ്ലർട്ടിങ്ങിന് വരുവാണോ, വീണ്ടും ഒരു വെറുതെ ഇതിന് വരുവാണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, ആ ഒരു എനർജി ഉണ്ട്. പക്ഷേ യെസ്, അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്കും ഒരു വശമുണ്ട്, നിങ്ങൾ തമ്മിൽ വിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വശമുണ്ട്. സോ അതൊന്ന് ശരിയാക്കാനുള്ളൊരു ശ്രമമാണ്. ഓക്കെ, ബട്ട് അവസരം കൊടുക്കണോ വേണ്ടെന്നൊക്കെ നിങ്ങൾ ആലോചിച്ചോളൂ. അത് സിറ്റുവേഷൻ അനുസരിച്ച് നോക്കാം. ബട്ട് എനിവേ നോക്കട്ടെ, നമുക്ക് കുറച്ചുകൂടി നമ്മളിതിൻ്റെ 1st to 15th നമുക്ക് ഈ ബന്ധത്തിൽ ഇത് അവരുടെ ഭാഗത്തുനിന്ന്
അല്ലെങ്കിൽ സോറി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് നമുക്ക് കാണുന്നത് നോക്കാം. ഫീലിങ്സ് ഒക്കെ ആക്ച്വലി ഉണ്ട്, ഫീലിങ്സ് ഉള്ളതായിട്ടാണ് എനിക്ക് കാണുന്നത്. റൊമാൻറ്റിക് ഫീലിങ്സ് ഉള്ളതായിട്ട് കുറച്ചുകൂടി സ്നേഹം എന്ന രീതിക്കൊക്കെ എനിക്ക് കാണുന്നുണ്ട്. ഒരു അടുപ്പം, ഒരു ട്രസ്റ്റ് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു എനർജി ഉണ്ട്. അതായത് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു പരസ്പരം നിങ്ങൾ അവരെ വിശ്വസിക്കാനോ അങ്ങനെയുള്ള രീതിയിൽ ചില എഫേർട്ടായിട്ടാണ് എനിക്ക് കാണുന്നത്. എംപ്രസ് ആയിട്ട് ഓക്കെ, 6 of Swords ഓക്കെ, അത് തന്നെയാണ്. ഓക്കെ, സ്ട്രെങ്ത് പോസിറ്റീവാണ് എന്തായാലും റീഡിങ്. ലവേഴ്സ് എനർജി വെരി നൈസ്, റീഡിങ് വളരെ പോസിറ്റീവാണ് വരുന്നത്. മജീഷ്യൻ ഓക്കെ, കിങ് ഓഫ് വാൻസ് എനർജി ഓക്കെ. കുറച്ച് പേർക്ക് ഇവിടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്ന രീതിക്കാണ്. അവരുടെ ഭാഗത്തു നിന്ന് അവർക്കൊരു എവിടെയോ ഒരു തിരിച്ചറിവ് വന്ന പോലെയുണ്ട്. എന്നിട്ട് അവരുടെ ലൈഫിൽ നിങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബോണ്ട് എന്താണെന്ന് അവർ തിരിച്ചറിയുന്ന പോലെയുണ്ട്. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സപ്പോസ് സെപ്പറേഷൻ ആണെങ്കിൽ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സ്ട്രോങ് ആണ്. നിങ്ങളോടുള്ള ആ ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഒരു പാസ്റ്റ് ലൈഫ് സോൾ കണക്ഷൻ എന്ന രീതിയിൽ എടുക്കാം നമുക്ക്. സോൾമേറ്റ് അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ഒക്കെ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ. ഓക്കെ, അത് അവർ തിരിച്ചറിയുന്ന പോലെയാണ്. ഓക്കെ, അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ. ഓക്കെ, നിങ്ങളെ കാണുന്നത് ഇപ്പോൾ എവിടെയോ നിങ്ങളോട് ഒരുപാട് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. മേ ബി നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ സംഭവിച്ച സിറ്റുവേഷൻസ് വെച്ച് ആലോചിച്ച് നോക്കുക, എവിടെയോ നിങ്ങളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് ഇപ്പോൾ. സപ്പോസ് നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്കൊരു പ്രഗ്നൻസിയുടെ ചാൻസസ് കൂടിയുണ്ട് ഇവിടെ. കാരണം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ട് മുന്നോട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ, ഇപ്പോൾ ഹസ്ബൻഡോ വൈഫോ ആര് തന്നെയായാലും ഓക്കെ, സോ ഒരു പ്രഗ്നൻസി ചാൻസസ് ഉണ്ട് നിങ്ങൾ തമ്മിൽ. ആൻഡ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ബോണ്ട് കുറച്ചുകൂടി ഡീപ്പൻ ആക്കണം, കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു ഡീപ്പ് കണക്ഷൻ വീണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് യെസ്, അവർക്ക് വളരെയധികം പാഷനേറ്റ് ആയിട്ടൊരു പുതിയ വീണ്ടും ഈ റിലേഷൻഷിപ്പിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാനും വീണ്ടും ഈ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെയധികം ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നല്ല എനർജിയാണ്. വളരെ ഒരു ഫയർ എനർജി എന്ന് പറയാം. ഓക്കെ, എവിടെയോ മേ ബി നിങ്ങൾ എന്താണെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ നോക്കാം. ഇവിടെ നിങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്ന് അല്ലെങ്കിൽ ഒരു കോംപ്രമൈസ് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കാണുന്നുണ്ട്. പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം എനിക്ക് കാണുന്നുണ്ട്. അതിപ്പോൾ ആരായാലും ശരി, നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മാരീഡ്, നിങ്ങൾ മാരീഡ്, എന്ത് തന്നെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ആയാലും ശരി, ഇവിടെ നിങ്ങളുമായിട്ടൊരു സ്മൂത്ത് ആയിട്ടൊരു ബന്ധം കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഇവിടെ കുറച്ച് ഒരു ചെറിയൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു മാനിപ്പുലേഷൻ ഉണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളെ വിട്ട് കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ ബന്ധത്തിൽ നിങ്ങളെ, അതായത് നിങ്ങൾ തമ്മിലൊരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് നിങ്ങളെ നമ്മൾ പറയില്ലേ സോപ്പിട്ട് എടുക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, ബട്ട് നിങ്ങളെ വേണം എന്നുള്ളത് കൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ട് കണക്ഷൻ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്ന രീതിക്കാണ്. ഇവിടെ ഐ തിങ്ക് ഇതുവരെ അവർ തീരുമാനം എടുത്തില്ല എന്ന രീതിക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഇതുവരെ ഒരു ഡിസിഷൻ അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ അവർക്കൊരു ഡിസിഷൻ ഉണ്ട്, നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്ന രീതിയിൽ. ഓക്കെ, ഈ മാറ്റത്തിന് കാരണം എന്താ നോക്കാം നമുക്ക്. ചേഞ്ചൊക്കെ വളരെ നല്ലതാണ്. ആൻഡ് ലവേഴ്സ് എനർജി വരുമ്പോൾ യെസ്, ടോട്ടലി വളരെ ഡീപ്പ് ആയിട്ടൊരു ഫീലിങ്സ് എന്ന രീതിക്ക് എന്തായാലും കാണുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ. സോ ഈ മാറ്റത്തിനുള്ള കാരണം എന്താണ് നമുക്കതുകൂടി നേരത്തേക്കാം. വൈ ദിസ് ചേഞ്ച്? 2 of Swords വീണ്ടും വന്നു, ബോട്ടം ഉണ്ടായിരുന്നു ഇത്രയും നേരം. 10 of Pentacles, ഹാങ്മാൻ ഓക്കെ, 4 of Cups. അവർ കുറച്ച് നിങ്ങളെ മിസ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, കുറച്ച് മിസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളെങ്ങാനും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ മേ ബി നിങ്ങളായിട്ട് അവരെ ഒന്ന് ഒഴിവാക്കിയതാണെങ്കിൽ, നിങ്ങളിപ്പോൾ സപ്പോസ് അവരെ അവോയ്ഡ് ചെയ്ത് നിങ്ങളാണ് നിൽക്കുന്നതെങ്കിൽ അതൊരു ഐ തിങ്ക് എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, ഡബിൾ എനർജി കാണുന്നുണ്ട്. ഇപ്പം നിങ്ങളുമായിട്ടുള്ള ബോണ്ട് വളരെ സ്ട്രോങ് തന്നെയാണ്. ഓക്കെ, അത് ഒരുതരം ഒബ്സഷൻ എന്ന രീതിക്ക് എടുക്കാം. അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ പറ്റാത്തൊരു എനർജി തന്നെയാണ് കാണുന്നത്. അപ്പം നിങ്ങളെങ്ങാനും മാറി നിൽക്കുന്നുണ്ട്, നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ടുള്ളതെങ്കിൽ ഓക്കെ, അവർക്കത് തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചൊരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് അവർക്ക് തോന്നിയിട്ടുണ്ട്. അവർക്ക് സ്റ്റക്കായ പോലെ തോന്നിയിട്ടുണ്ട്. ആൻഡ് അത് ഐ തിങ്ക് അവർ നിങ്ങളെ ഇപ്പോൾ ചൂസ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ മേ ബി അതായിരിക്കാം എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. സംവേർ പക്ഷെ നിങ്ങളില്ലാത്ത ലൈഫ് ഓക്കെ, നിങ്ങളില്ലാത്ത ലൈഫ് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത പോലെയാണ്. നിങ്ങളില്ലാതെ പറ്റില്ല എന്ന രീതിക്ക് ഒരു ഫീലിംഗ് അവർക്കുണ്ട്. അപ്പോൾ എവിടെയോ ചില റിയലൈസേഷൻസ് വരുന്നതാണ്, ചില തീരുമാനം എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളായിട്ട് മാറി നിന്നാണെങ്കിൽ ചിലപ്പോൾ അതായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മേ ബി അവരുടെ ലൈഫിൽ മേ ബി എനിക്ക് തോന്നുന്നത് ഷെയർ ചെയ്യാൻ, നമ്മൾ പറയില്ലേ ഒരു ഷെയർ ചെയ്യാൻ ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അവർക്ക് എവിടെയോ ഒരു മിസ്സിങ് എനർജി എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് അവർക്കൊരു പുൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ.
ഓക്കെ, സോ ഐ തിങ്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഇവിടെ കാണുന്നത്. എന്തായാലും നല്ലതാണ്. സോ യെസ്, ഓഗസ്റ്റ് മന്തിലേക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് വളരെ നല്ല ചേഞ്ചസ് ആണ് കാണുന്നത് കേട്ടോ. ഓക്കെ, സോ നമുക്ക് പക്ഷേ ഇത് തിരിച്ച് സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ കൂടി ആലോചിച്ചോളൂ കേട്ടോ. അവരെന്താ ചെയ്തത്, അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുമോ എല്ലാം ആലോചിച്ച് മാത്രം നിങ്ങൾ അവരെ തിരിച്ച് സ്വീകരിക്കാം. ഓക്കെ, എനിവേ നമുക്കിവിടെ ഇതിൽ നോക്കട്ടെ. ഞാൻ നിങ്ങളുടെ ഓഗസ്റ്റ് 1 to 15 നമുക്ക് എന്താണ്? ഫ്രജൈൽ, അക്സെപ്റ്റൻസ്, ഡിസിഷൻ, ഞാൻ പറഞ്ഞു 2 of Swordsൻ്റെ എനർജി നേരത്തെ വന്നിരുന്നു. ടേണിംഗ് പോയിന്റ്, സ്പീച്ച്ലെസ്, മാരേജ്. ഓക്കെ, വൺ മോർ ലാസ്റ്റ് കാർഡ്, ഒബ്സഷൻ. യെസ്, ഡെവിൾ എനർജി. ഞാൻ എന്താ പറഞ്ഞത്? അവർക്ക് ഇവിടെ ഒന്നാമത്തെ കാര്യം ഒബ്സഷൻ ഉണ്ട്. വളരെയധികം ഒബ്സസ്ഡ് ആണ് നിങ്ങളോട്. ഇപ്പം നിങ്ങളെങ്ങാനും മാറി നിൽക്കുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, അവർക്ക് നിങ്ങളെ വിട്ട് നിൽക്കാൻ ഒട്ടും സാധിക്കില്ല. ഓക്കെ, നിങ്ങളത് മാറി നിൽക്കുമ്പോൾ കുറച്ചുകൂടി അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു എനർജിയാണ്. ആൻഡ് യു സ്റ്റോൾ മൈ ഹാർട്ട് അറ്റ് ഫസ്റ്റ് സൈറ്റ്, ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ. നിങ്ങൾ അവരെ, ഞാൻ പറഞ്ഞില്ല, അവർക്ക് ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവർ റിയലൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശരിക്കും അവർക്ക് എന്താണ് അവരുടെ ലൈഫിൽ എന്നുള്ളത് അവർ തിരിച്ചറിയുന്ന പോലെയാണ്. ഹാൻഡിൽ ഇറ്റ് വിത്ത് കെയർ എന്ന് പറയുന്നുണ്ട്. അവരിപ്പോൾ ശരിക്കും അവർക്കിപ്പോൾ ടെൻഷൻ നിങ്ങൾ സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളതാണ്. ഓക്കെ, ഐ ആക്സെപ്റ്റ് യു വിത്ത് ഓൾ യുവർ ഫ്ലോസ്, യു ആർ മൈ വേൾഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അവർ മാത്രമല്ല, ഐ തിങ്ക് നിങ്ങൾക്ക് ഫ്ലോസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് പരസ്പരം രണ്ടുപേരും ഐ തിങ്ക് ഒരു അക്സെപ്റ്റൻസ് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർക്കും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. പക്ഷെ നമുക്ക് പരസ്പരം അക്സെപ്റ്റ് ചെയ്തുകൂടെ എന്ന രീതിക്കൊരു ചോദ്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഡിസിഷൻ, ഇറ്റ്സ് ദ ടൈം ടു ഡിസൈഡ് സംതിങ് ഫോർ ദിസ് റിലേഷൻഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആ ഒരു 2 of Swords എനർജിയൊക്കെ നേരത്തെ കണ്ടത്, അവരൊരു തീരുമാനം എടുക്കുന്ന പോലെയാണ്. ഈ ബന്ധത്തിൽ മുന്നോട്ട് വേണോ വേണ്ടേ എന്ന് അവർ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് വരുന്നത്. അവർ ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, എൻ്റെ അവർക്ക് വേണം ഈ ബന്ധം എന്ന് തന്നെയാണ് മെയിൻലി അതാണ് കാണുന്നത്. സോ ടേണിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ യെസ്, ഐ നെവർ ഇമാജിൻഡ് അവർ റിലേഷൻഷിപ്പ് വിൽ എൻഡ് ലൈക്ക് ദിസ്. ഇത് അതാണ് ഞാൻ പറഞ്ഞ കാര്യം. ദറ്റ് ഇവിടെ എന്താ സംഭവിച്ചത് എന്നാണ് ഞാൻ ആലോചിച്ചത്. ബട്ട് ഐ തിങ്ക് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ അവരെ വിട്ട് മാറി. ഓക്കെ, നിങ്ങളായിട്ട് വോക്ക് അവേ ചെയ്തു, നിങ്ങളായിട്ട് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ നിങ്ങളായിട്ടൊന്ന് മാറി നിന്നു. അതാണ് ഇവിടുത്തെ അവരുടെ ട്രിഗർ. അതാണ്. ഓക്കെ, നിങ്ങളങ്ങനെ അവരെ വിട്ട് പോയപ്പോഴാണ് ഐ തിങ്ക് അവർ തിരിച്ചറിയുന്നത് ദാറ്റ് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് അവർ തിരിച്ച് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. യു നോ ഐ ഡോണ്ട് ഡിസേർവ് ഹേർട്ട് ആൻഡ് പെയിൻ യു ഗേവ് എന്ന് പറയുന്നുണ്ട്. അവർക്ക് ആക്ച്വലി ഒരു ചെറിയ വിഷമമുണ്ട്. that നിങ്ങൾ അവരെ വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിഷമിപ്പിച്ചു എന്നാണ് പറയുന്നത്. അത് സാറില്ല, അവർ പറഞ്ഞോട്ടെ, എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. അപ്പോൾ ഐ തിങ്ക് അവരൊന്ന് സ്റ്റക്കായിപ്പോയി, സ്പീച്ച്ലെസ് ആയിപ്പോയി. അതായത് അവർക്കൊരു ഷോക്കായിപ്പോയി. നിങ്ങൾ അങ്ങനെ വിട്ടു പോകുന്ന അവർ കരുതിയിട്ടില്ല. ഓക്കെ, അതാണ് അവർക്ക് ഒരു അടി കിട്ടിയ പോലെ ആയിപ്പോയി. അവർ പറയുന്നത് നിങ്ങൾ വേദനിപ്പിച്ചു എന്നാണ്. ബട്ട് അതിന് മുമ്പ് പല വേദന നിങ്ങൾക്ക് തന്നത് അവർ ഓർക്കുന്നില്ല. അതിന് അത് വിട്ടേക്കും. ലെറ്റ്സ് ലീവ് ഇറ്റ്, ലെറ്റ്സ് ബി ടുഗെദർ ഫോർ എവർ എന്ന് പറയുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പറ്റുന്നവർക്ക് പോസിബിൾ ആണെങ്കിൽ മാരേജ് കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ തയ്യാറാണ്, ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു മാരേജ്. ഒബ്സെസ്ഡ് ആണ്, പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് യു ടുഡേ ടുമോറോ ആൻഡ് ഫോർ എവർ. അവരിപ്പോഴാണ് തിരിച്ചറിയുന്നത്. മേ ബി നിങ്ങൾ അങ്ങനെ മാറിയപ്പോഴായിരിക്കും അവർ തിരിച്ചറിയുന്നത്. ഇല്ല, ഈവൻ അവർ വിട്ടു പോയാലും ശരി. ഓക്കെ, അവർ വിട്ടു പോയിട്ടുണ്ടെങ്കിലും ബട്ട് ഐ തിങ്ക് അങ്ങനെ ഒരു സിനാരിയോ കൂടി എൻ്റെ മനസ്സിൽ വന്ന് അവരങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവരെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് സൈലൻ്റ് ആയിപ്പോയി കാണാം. അങ്ങനെ ആയിരിക്കാം. സോ നിങ്ങളതിനെ അവരെ ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടാവില്ല, നിങ്ങളവരെ പുറകെ പോയിട്ടുണ്ടാവില്ല. അങ്ങനെയും ഒരു സിനാരിയോ വരാം. അങ്ങനെയാണെങ്കിലും ഐ തിങ്ക് അവർക്ക് ഇപ്പോൾ റിയലൈസേഷൻ ഉണ്ട് ദാറ്റ് അങ്ങനെ നിങ്ങളെ നഷ്ടപ്പെടുമെന്ന് ചിലപ്പോൾ തോന്നിക്കാണാം. അതുകൊണ്ടാണ് അവർ തിരിച്ചു വരുന്നത്. സോ എനിവേ ഓഗസ്റ്റ് മന്ത് നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവാണ്. ഓഗസ്റ്റ് 1 to 15 നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. ഒരു റിയൂണിയൻ എനർജി ഉണ്ട്, പേഴ്സൺ തിരിച്ചു വരുന്ന ഒരു എനർജി ഉണ്ട്. സോ നമുക്ക് ക്ലെയിം ചെയ്യാം. എന്തായാലും നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. സോ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഓക്കെ, പേഴ്സണായിട്ട് തന്നെ തിരിച്ചു വരട്ടെ. അതാണ് നമ്മുടെ എനർജി ഇന്നത്തെ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.